സാംസ്കാരിക രംഗത്തും കായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ധാരാളം പ്രതിഭകളെ സമ്മാനിച്ച നാടാണ് കേരളം. നമസ്കാരം. ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് പെരുമ്പളം ദ്വീപിലാണ്. കാണാം പെരുമ്പളം ദ്വീപിന്റെ വിശേഷം. കുറേ നാളായി പെരുമ്പളം ദ്വീപിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുവരെ പോകാത്തത് കൊണ്ട് ഇന്ന് നേരെ അങ്ങോട്ടേക്കായി യാത്ര. പാണാവള്ളി ഫെറിയിൽ നിന്നും ബോട്ട് മുഖാന്തരമോ ജങ്കാർ മുഖാന്തരമോ നമുക്ക് പെരുമ്പളം ദ്വീപിലോട്ട് പോകാം. ഈ ബോട്ട് ജെട്ടിയിൽ നിന്നും പൂത്തോട്ടയ്ക്കും ബോട്ട് സർവീസ് ഉണ്ട്. ഞാൻ 2 വീലറിലാണ് ദ്വീപ് കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ ജങ്കാർ സെലക്ട് ചെയ്തു. ദ്വീപിലോട്ട് വാഹനങ്ങൾ കടക്കുവാനുള്ള ഇപ്പോഴത്തെ ഏക മാർഗം ഈ ജങ്കാറാണ്. ഞാൻ സ്കൂട്ടറും കയറ്റി ജങ്കാർ വിടാൻ വെയിറ്റിങ്ങിലായി. 2nd ഫ്ലോറിൽ യാത്രികർക്കായി സീറ്റുകളൊക്കെ ഉണ്ട്. ഞാനതിലിരിക്കാതെ എൻ്റെ ക്യാമറമാന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു നിന്നു. ജങ്കാർ ജെട്ടിയിൽ നിന്നും വിടാറായപ്പോൾ ഒത്തിരി പേർ ഓടി വന്ന് കയറുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ പാണാവള്ളി ബോട്ട് ജെട്ടിയുടെ മനോഹരമായൊരു വ്യൂ കാണാം. ഒരു ബോട്ട് പുറപ്പെടുവാൻ പോകുന്നു. വൈകുന്നേരം 4 മണി കഴിഞ്ഞതോടുകൂടിയാണ് പെരുമ്പളത്തേക്കുള്ള ഞങ്ങളുടെ ജങ്കാർ യാത്ര ആരംഭിച്ചത്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ പെരുമ്പളം ദ്വീപ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പ്രധാന കരയുമായി ബന്ധമില്ലാത്തതിനാൽ ഭരണപരമായി പലപ്പോഴും സ്വന്തമായൊരു സ്വത്വം നിലനിർത്താൻ ഈ പ്രദേശത്തിന് കഴിഞ്ഞിരുന്നു. ഒരു 2 വീലറും 2 പേരും അടങ്ങുന്ന ജങ്കാർ ടിക്കറ്റിന് വെറും 20 രൂപ മാത്രം. ടിക്കറ്റ് തന്ന ജങ്കാറിലെ കണ്ടക്ടറോട് അത്യാവശ്യം തിരിച്ചു പോരുന്ന ടൈം എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. 2 മണിക്കൂറോളം ദ്വീപിൽ ചെലവിടാൻ സാധിക്കുമെന്ന് ഈ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിലാണ് ഈ പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം, കോട്ടയം ജില്ലകളോടും ബന്ധമുണ്ട്. ഏകദേശം 5 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുണ്ട് ഈ ദ്വീപിന്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്താണ്. 2011 സെൻസസ് പ്രകാരം 9733 ഇവിടുത്തെ ജനസംഖ്യ. പക്ഷേ കണക്കുകൾ പ്രകാരം ഇത് 12,000-ലധികമാണ്. മത്സ്യത്തൊഴിലാളികൾ, കയർതൊഴിലാളികൾ, കർഷകർ എന്നിവരാണ് പ്രധാനമായി ഇവിടെ ഉള്ളത്. ഇതാണ് പെരുമ്പളം മാർക്കറ്റ് ജെട്ടി. ചേർത്തലയിൽ നിന്നും എനിക്ക് ഏറ്റവും എളുപ്പം പെരുമ്പളം എത്താനുള്ള വഴി ഇതാണ്. ഇതാണ് പാണാവള്ളിയിൽ നിന്നും പെരുമ്പളത്തേക്ക് സർവീസ് നടത്തുന്ന ബോട്ട് ജെട്ടി. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇനി ഭാവിയിൽ നമ്മുടെ പെരുമ്പളം ദ്വീപിലേക്ക് കണക്ട് ചെയ്യുന്ന പെരുമ്പളം പാലം. ദീർഘകാലമായി വള്ളങ്ങളും ബോട്ടുകളുമായിരുന്നു പ്രധാന യാത്രാമാർഗം. നിലവിൽ ദ്വീപിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാലം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പരമ്പരാഗത മത്സ്യബന്ധനം, നെൽവയലുകൾ, 18ഓളം ക്ഷേത്രങ്ങൾ, സർപ്പക്കാവുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതെല്ലാം പെരുമ്പളം ദ്വീപിന് സ്വന്തമായുണ്ട്. ദ്വീപ് എന്ന് പറഞ്ഞാൽ ഈ ദ്വീപിലേക്ക് എത്തിപ്പെട്ടാൽ സാധാരണയുള്ള നമ്മുടെ സ്ഥലങ്ങൾ പോലെ തന്നെ ഈ ദ്വീപ് പൂർണ്ണമായും വേമ്പനാട്ട് കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. പെരുമ്പളത്തിന്റെ അതായത് പാണാവള്ളിയിൽ നിന്നും പെരുമ്പളത്തേക്ക് ജങ്കാർ ഇറങ്ങി ആ റോഡിലൂടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങേക്കരയിലുള്ള ബോട്ട് ജെട്ടിയിലാണ് എത്തുക. ആ ബോട്ട് ജെട്ടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും ബോട്ട് സർവീസും ജങ്കാർ സർവീസും പൂത്തോട്ട, എറണാകുളം പൂത്തോട്ട, അതായത് വൈക്കം റൂട്ടിലേക്ക് പോകുന്ന പൂത്തോട്ടയിലേക്കാണ് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉള്ളത്. നമ്മൾ ആദ്യം കാണിച്ച ജങ്കാർ സർവീസും ബോട്ട് സർവീസും പാണാവള്ളിയിൽ നിന്നും ഈ പറയുന്ന പെരുമ്പളം ദ്വീപിലേക്കുള്ള ഒരു ബോട്ട് സർവീസ് കം ജങ്കാർ സർവീസിലാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഈ ബോട്ട് ജെട്ടിയിലെത്തിയത്. പെരുമ്പളം ഒരു സ്വതന്ത്ര ദ്വീപ് പഞ്ചായത്താണ്. പ്രാദേശിക ഭരണ സംവിധാനം വന്നപ്പോൾ തന്നെ ഇതിന് ദ്വീപ് പഞ്ചായത്ത് എന്ന പദവി ലഭിച്ചു. ഈ ദ്വീപിൽ പോലീസ് സ്റ്റേഷനോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഇത് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ്. പെരുമ്പളം ദ്വീപിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നും നിലവിലില്ല. പ്രാഥമിക ആരോഗ്യ ആവശ്യങ്ങൾക്കായി ദ്വീപിൽ ആകെയുള്ളത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമാണ്. തിരിച്ചു പോകാൻ മാർക്കറ്റ് ജെട്ടിയിലേക്ക് പോകും വഴി നല്ല ആംബിയൻസ് ഉള്ളൊരു ചായക്കട കണ്ടു, രമണന്റെ കട. അങ്ങനെ അവിടെ നിന്നും നല്ല സോഫ്റ്റ് വടയും ഒരു കട്ടനും തട്ടി. ആഹാ, അന്തസ്. തിരിച്ചപ്പോൾ സന്ധ്യയായി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.